ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. താളുകൾക്കിടയിൽ ഒരു മയിൽപീലി, പ്രശസ്ത എഴുത്തുകാരി പ്രിയ AS എഴുതിയ മനോഹരമായ ഒരു ഓർമ്മക്കുറിപ്പാണിത്. നമുക്ക് ഈ പാഠഭാഗത്തിലെ രചയിതാവായ എഴുത്തുകാരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രിയ AS മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ എഴുത്തുകാരിയും മികച്ച വിവർത്തകയുമാണ് പ്രിയ AS. 1967 മെയ് 28 ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിലാണ് ജനിച്ചത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കുസാറ്റ് ഉദ്യോഗസ്ഥയായിരുന്നു. കുട്ടിക്കാലത്തെ അനുഭവങ്ങളും മുറിവേറ്റ നിമിഷങ്ങളും അതീവ ആർദ്രതയോടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ശ്രദ്ധേയയായ ഒരു എഴുത്തുകാരിയായിരുന്നു പ്രിയ AS. ഈ കഥയിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ബാല്യമാണ്. എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത കഠിനമായ അസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഇതിൽ വിവരിക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പോകാനും കൂട്ടുകാരോടൊപ്പം കളിക്കാനും ഒക്കെ എത്രമാത്രം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ കുട്ടിക്ക് രോഗം കാരണം സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ആകെ ഒരു ചെറിയ മുറിയും അതിലെ ജനലഴികളും മാത്രമായി ചുരുങ്ങി പോവുകയാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടങ്ങളെ കാണാം. ആ പട്ടങ്ങളെ പോലെ സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹിച്ചിട്ടും രോഗശയ്യയിൽ കിടക്കേണ്ടി വരുന്ന കുട്ടിയുടെ വലിയൊരു നഷ്ടബോധം ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എന്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ നാളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാൻ ഇങ്ങനെ. വേദനകളുടെ ലോകത്ത് നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എന്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്ന് തോന്നും. വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എന്റെ അസുഖം തിരക്കിട്ടെത്തുകയായി. ഏറ്റവും മനോഹരമാക്കേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് മേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. എന്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2-3 പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എന്റെ ഓർമ്മയിലുള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവെച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷ ചിരിയുമായി വീണ്ടും ക്ലാസ്സിൽ എത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എന്റെ പേര് വെട്ടിയിട്ടുണ്ടാവും. പാർവതി അമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തു എന്ന പോലെ ചേർത്ത് പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എന്റെ കവളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്തോടെ എന്നെ നോക്കും. എന്നെ കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങ കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടിപ്പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് എപ്പോഴൊക്കെ ഓർമ്മ വരും. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്കു മീതെ കൂടി കെട്ടിയ സ്കാർഫിന്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു. ചുറ്റുമൊഴുകി പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി. മുറ്റത്തെവിടെയോ തകർത്തു നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്ന് ഓർമ്മിച്ചതും എന്റെ കണ്ണുനീർ ഉണങ്ങി തീർന്നു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എന്റെ അടുത്ത് വന്ന് നിന്ന് നീലകണ്ഠൻ പറയും, അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു താര, അനുതാര, അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സ്വാതന്ത്ര്യം പോലെ പറയും. എന്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഭക്രാലങ്കലിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപ്പായി ലഹളയും സൗരയുധത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും. ഉപകഥകൾ പോലെ എന്റെ ഉള്ളിൽ അസുഖത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാകാം എനിക്ക് നീലകണ്ഠൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല. ചിലത് എന്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടന്നു. ചിലതൊന്നും എന്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല. അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റെന്ന് എനിക്കോ
നീലകണ്ഠനോ തോന്നിയതുമില്ല. മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും. കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി. 2 ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന്. ഒന്ന് വെള്ള, മറ്റൊന്ന് പച്ച. നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറിയും ഉണ്ടാകും. ഒരുപാട് ബസ്സും കാറും ലോറിയും ഒക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠന്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയാണ്. വീട്ടിൽ പുറംവേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതിയമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ട് ചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത്. നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു. പാവം നീലകണ്ഠന് അച്ഛനില്ല. അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി. പുതിയ ചെരുപ്പ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും, എട്ടുകാലിയെ കൊല്ലാനും, അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവാം എന്നോർത്തപ്പോഴൊക്കെ എന്റെ കണ്ണു നിറഞ്ഞു. നീലകണ്ഠന് അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു. നീലകണ്ഠന് മോൾ ഒരു പുതിയ പെൻസിൽ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു. 1ാം ക്ലാസ്സിൽ പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലകണ്ഠന്റെ അടുത്തിരുത്തി. പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലേക്കാക്കി അനങ്ങാതിരിക്കുന്നു. രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. ഇന്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുകുന്നയുടെ തളിരും തന്നു. ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകർന്നു കൊടുക്കാനുണ്ടായത്. ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠന്റെ കണ്ണുകൾ വിടർന്നു. ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത് എന്നൊരത്ഭുതം. ഈ വീടിന്റെ തുറന്നിട്ട വാതിൽ കൂടി ദാ ഞാനിപ്പോൾ അകത്ത് കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി. ആദ്യം ഒരു മയിൽ, പൂച്ച, വീട് ഇതൊക്കെ വരയ്ക്കാനേ അറിയാമായിരുന്നുള്ളൂ. നീലകണ്ഠന്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്തു കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി. ലോകത്തിലെ കുറിച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു. എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എന്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. 5ാം ക്ലാസ്സിൽ എത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു. അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം, ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്ന് ആരോ പറഞ്ഞു. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്ത് ഒരു തുള്ളി പോലെ. നിങ്ങൾ ഇപ്പോൾ വലിയ കുട്ടികളാണ്, പഠിക്കുന്നു പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല, തനിയെ നോക്കി പഠിക്കണം എന്ന് ചുവന്ന മൂക്കുത്തിയും നക്ഷത്ര കണ്ണുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു. ഇവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നുള്ളൂ, നീലകണ്ഠൻ. അച്ഛനും അമ്മയും മാറി മാറി പറയുന്നത് കൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ, ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നത് കൊണ്ടും ായിരുന്നു ഞങ്ങൾ എല്ലാവരും. പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ആ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങി തന്നു. പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠൻ എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു. ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു. വീണ്ടും ഒരു ആശുപത്രി മാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി. പിടികിട്ടാ ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിന്റെ തുമ്പികളെ കയ്യിലെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു. കണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി, ഇനി സ്കൂളിൽ വരില്ലാന്നത്രേ. ഞാനത് തീരെ ഗൗനിച്ചില്ല. അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരും കരയുന്നതും ഇഷ്ടമല്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലി ഉടുത്ത ബ്ലൗസിന് മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിയിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിനരികെ നീലകണ്ഠൻ. പോണതിനു മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശിയിലായിരുന്നു ഇവന്. പിന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠന്റെ അമ്മ കരഞ്ഞു. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ആർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠന്റെ അടുത്ത് ചെന്നു നിന്നു.
നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എന്റെ കൈകൾ കണ്ടു പിടിച്ചു. എന്താണ് ഇങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. നീലകണ്ഠന്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു. മന്ദാര പൂ പോലെ. എന്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ്. അങ്ങ് കിഴക്കൻ നാട്ടില് ഇവന്റെ അമ്മാവന്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നേ. നീലകണ്ഠന്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറു പുന്നത്തളിര് കൊണ്ടുവന്നിരുന്നു. തളിർത്തു നിൽക്കുന്ന ചെറു പുന്ന കണ്ടാൽ ചെത്തിപ്പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠന്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. ഇത് വെട്ടിവിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം. അതോടെ എന്റെ കരച്ചിലിന്റെ ശക്തി കൂടി. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. ഞങ്ങൾ കൈകോർത്തു പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി. ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എന്റെ മുറിയിൽ എത്തിയപ്പോൾ പുസ്തകത്താളുകളിൽ മറച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നതെന്ന് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠന്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലുകളെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠന്റെ ചിരി മങ്ങി. ഇനി എനിക്ക് എന്തിനാ പെൻസില്? ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു. എന്താ നിറം? ഇതിനോ? കൈ കോർത്ത് പിടിച്ച് കൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എന്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ എന്ന് വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയും തീർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. ഇതാണ് ഈ പാഠഭാഗം. പാഠഭാഗത്തിലെ പ്രധാന ആശയം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഷ്ടപ്പെടുന്ന ബാല്യം. ഏറ്റവും മനോഹരവും ആനന്ദഭരിതവുമാക്കേണ്ട കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരു ഇതൾ പോലെ രോഗശയ്യയിൽ ഹോമിക്കപ്പെടേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ ആഴമേറിയ നഷ്ടബോധമാണ് ഈ കഥയുടെ പ്രധാന ആശയം. മയിൽപീലി എന്ന പ്രതീകം. പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിൽ പുസ്തകത്താളിനുള്ളിൽ മയിൽപീലി സൂക്ഷിച്ചു വെക്കുന്നത് കുട്ടികളുടെ വലിയൊരു സന്തോഷമാണ്. എന്നാൽ വിദ്യാലയവും പഠനവും നഷ്ടമായ ഈ കുട്ടിക്ക് സ്വന്തമായി ഒരു മയിൽപീലി ശേഖരം പോലും ഇല്ലാതെ പോകുന്നത് നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തിന്റെ പ്രതീകമാണ്. ജനലഴികളുടെ ലോകം. രോഗം കാരണം മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ട കുട്ടിക്ക് പുറലോകം എന്നത് ജനലഴികളിലൂടെ കാണുന്ന ആകാശവും പറക്കുന്ന പട്ടങ്ങളും മാത്രമായി ചുരുങ്ങിപ്പോകും. ഇത്രയും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉള്ളത്. ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചോദ്യം: വിശകലന കുറിപ്പ്. എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എന്റെ വേദനകൾ ഞാൻ മറന്നുപോയി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: അതീവ കൃത്യവും വൈകാരികവുമായ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന വരികളാണിത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും പരസ്പര സ്നേഹവും ഈ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും സുഹൃത്തിന്റെ സ്നേഹപൂർവമായ വാക്കുകൾ വലിയൊരു ആശ്വാസമായി മാറുന്നു. മയിൽപീലി കണ്ണുകൾ എന്ന പ്രയോഗം സൗന്ദര്യത്തെയും നിഷ്കളങ്കതയും സൂചിപ്പിക്കുന്നു. ശാരീരികമോ മാനസികവുമായ ഏതു വേദനയും മറികടക്കാൻ ആത്മാർത്ഥമായ സുഹൃത്തിന് സാധിക്കുമെന്ന വലിയൊരു സന്ദേശം ഈ വരികൾ വായനക്കാർക്ക് പകർന്നു നൽകും. അടുത്ത ചോദ്യം: പ്രയോഗഭംഗി. മന്ദാര പൂ പോലെ, പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക. ഉത്തരം: നീലക്കടൽ പോലെ ശാന്തതയും ഒപ്പം ആഴമേറിയ ചിന്തകളും സൂചിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുന്നു. കാറ്റിലലിയുന്ന പൂവ് പോലെ. കഥാപാത്രത്തിന്റെ മനസ്സിലെ ആശങ്കകളെയും ദുഃഖങ്ങളെയും ആവിഷ്കരിക്കാൻ ഈ ഉപമയ്ക്ക് കഴിയുന്നുണ്ട്. പ്രയോഗ ഭംഗിയുടെ പ്രാധാന്യം. ലളിതവും വാക്കുകളിൽ വലിയ ആശയങ്ങളും പ്രകടിപ്പിക്കാൻ ഇത്തരം ഉപമകളും ഉപയോഗങ്ങളും എഴുത്തുകാരെ സഹായിക്കുന്നു. വായനക്കാരിൽ ദൃശ്യാവിഷ്കാരം സൃഷ്ടിക്കാനും കഥയുടെ വൈകാരിക അന്തരീക്ഷം കൂടുതൽ ദൃഢമാക്കാനും ഇവ കാരണമാകും. ചോദ്യം: വിശകലന കുറിപ്പ്. എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എന്റെ വേദനകൾ ഞാൻ മറന്നുപോയി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: അതീവ കൃത്യവും വൈകാരികവുമായ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന വരികളാണിത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും പരസ്പര സ്നേഹവും ഈ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു.
പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും സുഹൃത്തിന്റെ സ്നേഹപൂർവമായ വാക്കുകൾ വലിയൊരു ആശ്വാസമായി മാറുന്നു. മയിൽപീലി കണ്ണുകൾ എന്ന പ്രയോഗം സൗന്ദര്യത്തെയും നിഷ്കളങ്കതയും സൂചിപ്പിക്കുന്നു. ശാരീരികമോ മാനസികവുമായ ഏതു വേദനയും മറികടക്കാൻ ആത്മാർത്ഥമായ സുഹൃത്തിന് സാധിക്കുമെന്ന വലിയൊരു സന്ദേശം ഈ വരികൾ വായനക്കാർക്ക് പകർന്നു നൽകും. അടുത്ത ചോദ്യം പ്രയോഗഭംഗി. മന്ദാരപ്പൂ പോലെ, പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി പാഠഭാഗത്ത് നിന്ന് ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക. ഉത്തരം: നീലക്കടൽ പോലെ ശാന്തതയും ഒപ്പം ആഴമേറിയ ചിന്തകളെയും സൂചിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുന്നു. കാറ്റിലുലയുന്ന പൂവ് പോലെ. കഥാപാത്രത്തിന്റെ മനസ്സിലെ ആശങ്കകളെയും ദുഃഖങ്ങളെയും ആവിഷ്കരിക്കാൻ ഈ ഉപമയ്ക്ക് കഴിയുന്നുണ്ട്. പ്രയോഗ ഭംഗിയുടെ പ്രാധാന്യം. ലളിതവും വാക്കുകളിൽ വലിയ ആശയങ്ങളും പ്രകടിപ്പിക്കാൻ ഇത്തരം ഉപയോഗങ്ങളും എഴുത്തുകാരെ സഹായിക്കുന്നു. വായനക്കാരിൽ ദൃശ്യാവിഷ്കാരം സൃഷ്ടിക്കാനും കഥയുടെ വൈകാരിക അന്തരീക്ഷം കൂടുതൽ ദൃഢമാക്കാനും ഇവ കാരണമാകും. അടുത്ത ചോദ്യം: കണ്ടെത്തി എഴുതാം. അത് വെട്ടിവിറ്റു, തീർത്താലും തീരാണ്ടല്ലേ കടം. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. ഇനി എന്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ. നീലകണ്ഠന്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇതുപോലെ പാഠഭാഗത്ത് കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതും. ഉത്തരം: ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത്. എന്നും ഈ വീടിന്റെ തുറന്നിട്ട വാതിൽ കൂടി ദാ ഞാനിപ്പോൾ അകത്ത് കയറും എന്ന്. ഇനി എന്റെ പങ്കു കൂടി അനുധാര പഠിച്ചോളൂ എന്ന് പറയുന്നത് അവന്റെ ധർമ്മബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ അവന് കഴിയൂ എന്നത് ഹായ് നല്ല ഭംഗിയുണ്ട് എന്നും എത്ര വലിയ വീടാ എന്നും പറയുമ്പോൾ മനസ്സിലാക്കാം. കണ്ണിന് കാഴ്ചയില്ലാത്തപ്പോഴും പാദസരം തൊട്ട് നോക്കി അതിന്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നതും അവന്റെ ഉള്ളിലെ സന്തോഷം കണ്ടെത്താനുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം: ഓർമ്മ പങ്കുവെക്കാം. 2 കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന കഥ. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവില്ലേ? ഈ കഥയിലെ സൗഹൃദ ബന്ധം പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവെക്കൂ. ഉത്തരം: എന്റെ പ്രൈമറി സ്കൂൾ കാലത്തെ കൂട്ടുകാരനായ അപ്പുവിനെയാണ് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം കനത്ത മഴയത്ത് എന്റെ കുട നഷ്ടപ്പെട്ടു. വീട്ടിൽ പോകാൻ വഴിയില്ലാത്ത ഞാൻ സ്കൂൾ വരാന്തയിൽ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ അപ്പു അവന്റെ ചെറിയ കുടയുമായി എന്റെ അരികിൽ വന്നു. നമുക്ക് 2 പേർക്കും ഇതിൽ പോകാം എന്ന് അവൻ പറഞ്ഞു. വഴിയുടനീളം മഴ നനയാതിരിക്കാൻ അവൻ കുട കൂടുതൽ എന്റെ ഭാഗത്തേക്ക് ചരിച്ചു പിടിച്ചിരുന്നു. പിറ്റേ ദിവസം പനി വന്ന് അവൻ സ്കൂളിൽ വന്നില്ലപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ എനിക്ക് വേണ്ടി സ്വയം നനയുകയായിരുന്നു എന്ന്. ആ കുടയും അപ്പുവിന്റെ സ്നേഹവും ഇന്നും എന്റെ മനസ്സിലെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മയാണ്. കൂടുതൽ വിദ്യാഭ്യാസപരമായ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.